സാധാരണ ജ്യോതിഷം പഠിച്ച് ജ്യോതിഷികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രക്രിയകളുണ്ടല്ലോ, ആ ക്രമപ്രകാരമുള്ള ആചാരപ്രകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്തേക്ക് ആഭിചാര ക്രിയകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആളാണ്. പരിസരവാസികൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? നേരത്തെ നമ്മൾ അയൽവാസിയായ സ്ത്രീയുടെ പ്രതികരണമാണ് ലഭ്യമാക്കിയത്. അവർക്ക് കൂടുതലായി കാര്യങ്ങൾ അവർക്ക് അറിയില്ല, ആരൊക്കെയോ വന്ന് പോകുന്നു എന്ന് മാത്രമേ അറിവുള്ളൂ. അപ്പോൾ ഇയാളുടെ ഈ പ്രവൃത്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതലായി പോലീസിന് മറ്റ് വിശദാംശങ്ങൾ, തെറ്റായ വിശദാംശങ്ങൾ ലഭ്യമായിരുന്നോ? ഇല്ല, നാട്ടുകാർക്ക്, അതായത് തൊട്ട അയൽവശത്തെല്ലാം വീടുകളുണ്ട്. അവർക്ക് പക്ഷേ ഈ ജ്യോതിഷി അല്ലെങ്കിൽ ഈ ദേവിദാസനുമായി കാര്യമായ ബന്ധമില്ല. അയൽവാസികളെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വലിയ അടുപ്പമില്ല, ഇവിടെ ഉള്ളവരൊന്നുമല്ല ഈ ആശ്രമത്തിലേക്ക് വരുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ളവർ തന്നെയാണ് കൂടുതലായും ഇവിടെ വരുന്നത്. ജ്യോതിഷ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജ്യോതിഷ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി വരുന്നു എന്നാണ് തൊട്ട് അയൽവശത്തുള്ളവർ പറഞ്ഞത്. മാത്രമല്ല, മൈക്കിലൂടെ ചില വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പോലുള്ള ഒച്ചയൊക്കെ കേൾക്കാറുണ്ട്, ശബ്ദമെല്ലാം കേൾക്കാറുണ്ടെന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ളവരുമായിട്ടാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്. ഈ അയൽവാസികൾ പലരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഈ നാട്ടുകാരൻ തന്നെയാണ് ഈ പ്രദീപാണ് ദേവിദാസനായി മാറിയത്. ഇദ്ദേഹത്തിന്റെ ഇവിടെ ഈ ജ്യോതിഷമാണ് പ്രധാനമായി എന്ന് പറയുമ്പോഴും അതിന്റെ പരിഹാരങ്ങളും അത്തരം നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്ന ഒരാൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യകാലം മുതൽ ജ്യോതിഷി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള കാര്യം അയൽവാസികൾക്കെല്ലാം അറിയാം. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതു ഈ ജ്യോതിഷനുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടത്, പരിചയപ്പെട്ടത്, ആ പരിചയം അല്ലെങ്കിൽ ആളുടെ ഉപദേശങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടോ, അത്തരം സ്വാധീനങ്ങളുടെ ഫലമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളുടെ ഫലമായാണോ ഈ കൊലപാതകം ഉണ്ടായത് എന്നതൊക്കെയാണ് പോലീസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ദുർമന്ത്രവാദത്തിന്റെ ഒരു ഗണത്തിലേക്ക് വരും. കഴിഞ്ഞ അടുത്ത ഇടങ്ങളിലായിട്ടുണ്ടായ കേരളത്തിലെ പല നിഗൂഢമായ കൊലപാതകങ്ങളിലൊക്കെ ഇങ്ങനെ ചില ഇലമെന്റ്, ചില കഥാപാത്രങ്ങൾ കേസുകൾ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാകും. പ്രശാന്തിലേക്ക് വീണ്ടും പോകാം. പ്രശാന്ത്, ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം അവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ട്. അവിടെ ഈ ആശ്രമം, ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവർക്കൊന്നും അറിയില്ല. ഈ പ്രദീപ് എന്ന വ്യക്തി പെട്ടെന്ന് ശംഖുമുഖം ദേവിദാസനായി മാറുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇയാൾ നടത്തി വന്ന രീതികൾ, ദിനചര്യകൾ എന്തായിരുന്നു? അവിടേക്ക് വന്നുപോയ ആളുകളുടെ കൂട്ടത്തിൽ പെൺകുട്ടിയുടെ അമ്മയുമുണ്ട്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം എന്തൊക്കെ കുരുക്കുകൾ ഈ ജ്യോതിഷിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അഴിക്കേണ്ടതായിട്ടുണ്ട്? പ്രധാനമായും പോലീസിന് അഴിക്കേണ്ട കുരുക്ക് എന്നത് അമ്മ ശ്രീതു അല്ലെങ്കിൽ അമ്മാവൻ ഹരികുമാർ, ഇവർ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞത് ഈ ദേവിദാസന്റെ ഉപദേശപ്രകാരമാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഇവരുടെ കഷ്ടകാലം നീക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശമാണോ, ഉപദേശമായിട്ടാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ പ്രധാനമായും പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇന്ന് രാവിലെ തന്നെ ഈ ദേവിദാസനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കൃത്യമായും ഈ കുടുംബത്തിന്മേൽ ഈ ദേവിദാസന് സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചത്. ദേവിദാസന്റെ എന്ത് പ്രേരണ ഇതിലുണ്ടായിട്ടുണ്ട്, അതായത് കുഞ്ഞ് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ മാത്രമുള്ള ഒരു ഉപദേശം ഈ ദേവിദാസന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ഈ കുടുംബത്തിന്റെ ഇവർ രണ്ടുപേരും, സഹോദരനും സഹോദരിയും, ഇവരുടെ ഓരോ പ്രവർത്തികളും അവർ ഈ ദേവിദാസന്റെ ഉപദേശപ്രകാരമാണോ ചെയ്തിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരിക എന്ന് തന്നെയാണ്. അതിന്റെ ഭാഗമായാണ് ദേവിദാസനെ ഇവിടേക്ക് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം ഇപ്പോൾ ഈ കുഞ്ഞിന്റെ ബന്ധുക്കളെ എല്ലാം അവിടെ എത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതുമായി കൂട്ടിയിണക്കി തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ്. തീർച്ചയായും ദേവിദാസനിലേക്കുള്ള ചില നിർണായകമായ വിവരങ്ങൾ പോലീസിനുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇന്നിപ്പോൾ ഈ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. ഈ കസ്റ്റഡി അറസ്റ്റിലേക്ക് നീളുമോ, ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവായി മാറുമോ എന്നെല്ലാം അറിയാനിരിക്കുകയാണ്. പെട്ടെന്നൊരു കാലത്ത് ജ്യോതിഷിയായി മാറിയ ആളാണ്. ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്നു. അതിനുശേഷം ഈ ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന പേര് സ്വീകരിക്കുന്നത് പ്രദീപ് എന്ന പേരിലായിരുന്നു. പിന്നീട് ശംഖുമുഖം ദേവിദാസനായി. 2 വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് ഈ തൊട്ട അയൽവാസികൾ പറയുന്നുണ്ട്. അവർക്ക് പക്ഷേ ഇവിടെ നടക്കുന്ന ഈ ജ്യോതിഷവുമായോ അല്ലെങ്കിൽ മറ്റു പൂജകളുമായോ ഒന്നും കാര്യമായി അടുപ്പമില്ല. തൊട്ട അയൽവാസികൾക്കൊന്നും ഇതുമായിട്ട് കാര്യമായ സഹകരണമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ സ്ഥിരമായും ഇത്തരം പൂജകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ യാഗ
യാഗം ഒക്കെ നടത്തുന്ന തറയുണ്ട്. അതിനകത്തായി പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്ന ചില വിളക്കും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് രാവിലെയും അത്തരത്തിലുള്ള ചില പൂജകളൊക്കെ നടന്നതായി കാണുന്നുണ്ട്. പലരും ഇവിടേക്ക് വരുന്നുണ്ട്. അത് ഈ നാട്ടുകാരല്ല എന്നതാണ്. കാരണം ഈ നാട്ടിലുള്ളവർക്ക് ഈ ആൾ പ്രദീപ് എന്ന വ്യക്തിയാണ്. പിന്നീട് ഈ ശംഖുമുഖ ദേവിദാസനൊക്കെ ആയി. പക്ഷേ ധാരാളം പേർ ഇവിടെ പലരും വരുന്നുണ്ട്. പല പ്രായത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് ജ്യോതിഷവും മറ്റു ഉപദേശങ്ങളൊക്കെ തേടുന്നുണ്ട്. അങ്ങനെ ഉപദേശം തേടുന്ന ദേവിദാസന് എന്താണ് ഈ കേസിലെ റോള്? ദേവിദാസൻ എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട്, കുഞ്ഞിന്റെ അരുങ്കൊലയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്, കുട്ടിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയിട്ടുണ്ടോ എന്നടക്കം ഇനി പോലീസാണ് അത് തെളിയിക്കേണ്ടത്. സംശയങ്ങൾ ഇങ്ങനെ നിഴലിക്കുന്നു. അതിന് വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അതിലൊരു സ്ഥിരീകരണം വരുമെന്ന് പ്രതീക്ഷിക്കാം. പോലീസ് സുരക്ഷാ മാധ്യമങ്ങളെ കണ്ടേക്കാം.